മൂന്നെണ്ണം നമ്മൾ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഒരടി വീതിക്ക് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, BRS Techയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ പന്തലാട്ടോ. സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിക്ക് കാവലം പിടിക്കുന്ന രീതിയിലുള്ള പന്തലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇവിടെ അമ്പലത്തിൽ പിന്നെ സപ്താഹം നടക്കുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെയായിട്ട് സൗണ്ടൊക്കെ വരും, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാകും. അത് സപ്താഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോഴും തന്നെ നമുക്ക് അതുപോലെ നല്ല രീതിക്കുള്ള പന്തൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ നമ്മൾ നേരത്തെ കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ബാഗാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ബാഗിൽ നിന്ന് നമ്മൾ നേരത്തെ കുക്കുംബർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കുംബർ നല്ല രീതിക്ക് തന്നെ നല്ല കരുത്തോടെ തന്നെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പന്തൽ നമുക്ക് ഇട്ട് കൊടുത്താൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. അപ്പോഴേ നമ്മളെ കുക്കുംബർ നിൽക്കുന്നുണ്ടല്ലേ, നമ്മൾ ആ കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. നേരത്തെ നമ്മളൊരു ബാഗിൽ നമ്മൾ ഓടിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മളൊരു ഓടിൻ്റെ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് എടുത്ത് ചെയ്യണം. അപ്പോൾ നല്ല കരുത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പന്തലിലേക്ക് കയറ്റി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് വന്നിരിക്കുന്നത് പറയുമ്പോൾ ആൺ ഫ്ലവറാണ് വന്നിരിക്കേണ്ട, ആൺപൂവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പെൺപൂവാകണം ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ ആൺപൂവൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് പെൺപൂവുകൾ കരുത്തോടെ നമുക്ക് വരത്തുള്ളൂ കേട്ടോ. ഇവിടെയുള്ള ഇതൊക്കെ നമുക്ക് നുള്ളി കളഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആൺപൂ വരുന്നത് നമുക്ക് നുള്ളി കളഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി വേണം കേട്ടോ. ആദ്യം നമുക്ക് ഇത് കൊടുക്കാനാണ് നമുക്കുള്ള ഈ റോപ്പ് നമുക്ക് വലിച്ച് കെട്ടി കൊടുക്കാനുള്ള. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ കമ്പിയോ അല്ലെങ്കിൽ നല്ല കരുത്തുള്ള നല്ല കമ്പുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പി കൊണ്ടുകൊണ്ട് ഞാൻ കമ്പി എടുത്തേ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ സൈഡിൽ നിന്ന് വെച്ച് കെട്ടിക്കൊടുക്കല്, ഇങ്ങനെ അറ്റത്ത് വെച്ച് കെട്ടിക്കൊടുക്കണം. എൻ്റെ ഇവിടെ ആയിട്ട് ഞെറ്റതാണ്ട് ഇവിടെ അങ്ങ് ഇതിൻ്റെ ലേസ്റ്റ് വലിച്ചിട്ട് നമുക്ക് കേട്ടോ 2-3 മടക്ക് ഇങ്ങനെ എടുത്ത് വിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ. കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്തെ നമുക്ക് നമ്മളെ ഈ കെട്ടിക്കൊടുത്ത് നമ്മളെ ഈ കമ്പി നമുക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ ബാക്കികളെ കുറിച്ച് ഞാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടില്ല, ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴത് നല്ല രീതിക്ക് തന്നെ അത് പിന്നെ നമ്മൾ പന്തലിലേക്ക് വീശി തുടങ്ങി. അപ്പോൾ നമ്മൾ കെട്ടിയെടുത്ത ഈ കമ്പി നമുക്ക് നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ കുറ്റിയാണ് വെച്ചാട്ടാ. നമ്മളിതിൻ്റെ മൂട്ടിലേക്ക് നമ്മൾ ആദ്യം കുറിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മൂട്ടിലേക്ക് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചരിച്ച് വെച്ചിട്ട് നമുക്കത് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എൻ്റെ ഭാഗം ഇപ്പോൾ നമ്മൾ കെട്ട് ഭാഗം എപ്പോഴും അടിയിലായിട്ട് പോകാം കേട്ടോ. എന്ന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ചിറ്റിയോ എന്താണെന്ന് വെച്ച് അടിച്ചു കൊടുക്കാം ഇങ്ങനെ. അവിടെ ഇനി എന്ന് പറയുന്ന നേരത്ത് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. എത്ര വിളിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമെങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് എപ്പോഴും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുക. ഇതാക്കിയാണ് പിടിച്ചേക്കേണ്ടത്. ഇതങ്ങനെയൊന്നും പെട്ടെന്ന് ഇളകിയൊന്നും പരത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ വാഴയിൽ നമ്മൾ പിന്നെ വള്ളി വലിച്ചു കൊടുക്കുന്നതും വള്ളി കെട്ടി കൊടുക്കുന്നതും ഊന്ന് കൊടുക്കുന്നതൊക്കെ ഇതേപോലെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. കരുത്തോടെ നിൽക്കും കേട്ടോ. നമ്മൾ കെട്ടിയ 3 വള്ളി അടിയിൽ കൂടെ ആയിട്ടാണ് നമ്മൾ എടുക്കാനുള്ളത്. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ആ റോപ്പ് നമ്മൾ പ്ലാസ്റ്റിക് വള്ളി വലിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് നമുക്ക് കെട്ടി കൊടുക്കാന്ന് വെച്ചാൽ അവിടെയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുകണ്ട. ചെറിയ ടൈറ്റ് കൊടുത്താൽ കേട്ടോ, വലിയ ടൈറ്റ് ഒന്നും കൊടുക്കണ്ട. എല്ലാം ചെറിയ രീതിക്ക് ടൈറ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു ടൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈറ്റ് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് വള്ളിയിലാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല കരുത്തോടെ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് ഒന്നും വലിച്ചെടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ നെറ്റാണ് കൊടുക്കുന്നത്. കറക്റ്റ് നല്ല ഗ്രോത്തോടെ നല്ല രീതിക്ക് അതിൻ്റെ വേരുപടലങ്ങൾ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ നെറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോഴേ നമുക്ക് വേണ്ടതെന്ന് പറയാൻ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രീൻ നെറ്റാണ് ഇനി വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ നെറ്റിലാണ് ഇത് നമ്മൾ കൊടുക്കാനുള്ളത്, നമ്മളെ വള്ളിയിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളതും. അതേപോലെ നല്ല ഗ്രോത്ത് ആയിട്ട് വരാനും നല്ല വേരുപടലങ്ങളെല്ലാം പിടിച്ച് വരാനൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഗ്രീൻ നെറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ നെറ്റ് നമ്മൾ വേണ്ട കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ കെട്ടിയെടുക്കാൻ വരേണ്ടതല്ല. നമ്മൾ വേറെ ഒരാളുടെ സഹായമൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കണം. നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മടക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം കണ്ടോ, നമ്മൾ ഇത്രയും എടുക്കാം കേട്ടോ. ഈ ഒരു മടക്ക് നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ആണി അടിച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെന്താ നമുക്ക് ഈ മടക്ക ഇങ്ങനെ ഇനി പിടിച്ചിട്ട് ഉണ്ടോ ഈ ഭാഗത്ത് ഇനി പിടിച്ചെടുത്ത് കൊണ്ടുപോയി തന്നെ പിന്നെ നമുക്കൊരു ഇതേപോലെ ഒരു കത്രി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് വെട്ടി കൊടുക്കാം കേട്ടോ. ഈസിയായിട്ട് ചെയ്യാം കേട്ടോ. ഈസിയായിട്ട് നമുക്കിങ്ങനെ ഈ ഗ്രീൻ നെറ്റ് നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗ്രീൻ നെറ്റാണ് വേണ്ടത്. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മളെ ഈ റോപ്പിനകത്ത് നമ്മൾ കെട്ടിയ റോപ്പിനകത്തായിട്ട് നമ്മളിത് കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല തന്നെ ഗ്രോത്ത് വരുന്നില്ല, വേരുവെല്ലാം പിടിച്ചിരിക്കും, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കുള്ളിലേക്ക് കൊടുത്താൽ നല്ല പെട്ടെന്നൊന്നും പിടിക്കത്തില്ലല്ലോ. ഇതിലാണ് കൊടുക്കാൻ നല്ല രീതിക്കുള്ള ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതിൽ പെട്ടെന്ന് തന്നെ വയറുപിടെല്ലാം പിടിച്ചിരിക്കും, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ചണവും നമ്മളിതുണ്ടല്ലോ ചല്ലി അതേപോലെ പൊച്ചമൊക്കെ നട്ടിട്ട് കൊടുക്കുക കേട്ടോ. പൊച്ചത്തിലൊക്കെ കൊടുക്കുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു പിടി പൊച്ചമൊക്കെ 10-25 രൂപയൊക്കെ ആവും കേട്ടോ. നമുക്ക് അതിനുശേഷം അതിനനുസരിച്ച് നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്രീൻ നെറ്റാണ് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ സ്ക്വയർ ഫീറ്റൊക്കെ തുച്ഛമായ പൈസയുള്ളൂ കേട്ടോ. നമുക്ക് പഴയ സ്ക്വയർ ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഗ്രീൻ നെറ്റൊക്കെ എന്തായാലും ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെയാണ് അപ്പോൾ തുച്ഛമായ പൈസയ്ക്ക് നമുക്കിത് നടക്കും കേട്ടോ. നമുക്ക് അതിന് ശേഷം ഈ ഗ്രീൻ നെറ്റ് നമുക്ക് എവിടെയാണ് കൊടുക്കാമെന്ന് മനസ്സിലുള്ളത് അവിടെ ആയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് കൊടുക്കണേ. ഗ്രീൻ നെറ്റ് നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. അന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഈ നമ്മളെ വള്ളിയുടെ അടിഭാഗത്തായിട്ട് കയറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു കറക്കിറക്കാൻ നേരത്തെ അതങ്ങ് നല്ല ആയിട്ട് അതങ്ങ് റൗണ്ട് ആവും കേട്ടോ. അങ്ങ് റോളായിക്കോളമേ. റോളായതിനു ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു സ്റ്റാപ്ലെയറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. സ്റ്റാപ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഒന്ന് സ്റ്റാപ്ലെയർ കൂടെ കേട്ടോ. ഇവിടെ രണ്ടൊന്ന് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ സ്റ്റാപ്ലെയർ അടിച്ചാൽ പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് ചുറ്റി എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചുറ്റി കൊടുത്തിട്ടേ ബാക്കിയുള്ള നമ്മളെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണം കേട്ടോ. കയ്യിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണേ. കയ്യിൽ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചിറ്റി എടുക്കാൻ വേണ്ടിയാണേ. അതിനുശേഷം ഇങ്ങനെ നമുക്ക് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് ചിറ്റി അങ്ങ് പോകണ്ട. ഈസി ആയിട്ട് നമുക്ക് ചുറ്റി എടുക്കാം കേട്ടോ. ഉണ്ടോ, ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചുറ്റി എടുക്കാം. ഇങ്ങനെ ഇറക്കുന്ന ടൈറ്റ് കൊടുക്കണം. അതൊന്നും എങ്ങനെ ടൈറ്റൊന്നും കൊടുത്തൊന്നും പറയാനൊന്നും പോകത്തൊന്നുമില്ല. നമ്മളെ കമ്പിയിലാണ് കൊടുത്തിരിക്കുന്നത്, അത് നല്ല ലോക്കായിട്ടാണ് കിടക്കുന്നതെന്ന് പോകത്തൊന്നുമില്ല. പെട്ടെന്നായിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് നമുക്ക് ആവശ്യമുള്ളത് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കേട്ടോ. നമുക്ക് വേണം, അപ്പോൾ തക്കാലം ഇത് മതി. നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഭാഗത്തായിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഭാഗത്തായിട്ട് സ്റ്റാപ്ലെയർ ചെയ്യുന്നുണ്ട്. രണ്ട് സ്റ്റാപ്ലെയർ നമ്മൾ ഈ ഭാഗത്തായിട്ടെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ചുള്ളൊന്നും അല്ല, ചുള്ളു മാറ്റാനായിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞങ്ങ് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റാപ്ലെയർ കൊടുത്തത്. അപ്പോൾ ഈ കറക്റ്റായിട്ട് അങ്ങ് നിന്നോളും. അപ്പോൾ നമ്മൾ കെട്ടി ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ കെട്ട് നമ്മൾ ഔട്ട് കേട്ടോ. ആ കട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ വള്ളിയിൽ നമ്മൾ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ലീഫിൻ്റെ ഇടയിലായിട്ട് ഈ ലീഫിൻ്റെ മാറിയിട്ട് അടുത്ത ലീഫിലേക്ക് നമ്മളിങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. ഒന്നിരാടെ ഒരു ലീഫ് ഇടവിട്ടാണ് നമ്മൾ ചുറ്റി എടുക്കുന്നത് കണ്ടോ. ഒന്നിരാടെ ഒരു ലീഫ് നമ്മൾ ഇങ്ങനെ വിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് കണ്ടോ. ഇതേപോലെ നമുക്ക് ചുറ്റി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇനി വേറെ പിടിച്ചു തുടങ്ങാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു കെട്ട് കൊടുക്കണേ കണ്ടോ. ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ലൂസ് ചെയ്ത് വരണം. ചെറിയൊരു ലൂസ് ഉണ്ടോ, ചെറിയൊരു ലൂസിൽ നമുക്കിങ്ങനെ കെട്ട് കൊടുക്കണം കണ്ടോ. ഇത്രയും കെട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇതിപ്പം ഒരു ഇതില്ലാതെ നടക്കുന്നുണ്ട്, ഒരു ടൈറ്റ് ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്താൽ അതാണ് നമ്മൾ ഇതെല്ലാം നിൽക്കുന്നത് കേട്ടോ. ആ ഗ്രീൻ നെറ്റ് ഉണ്ടെങ്കിൽ നല്ല വേരുപടലങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ. നല്ല വേരുപടലം എല്ലാം പിടിച്ച് കിടപ്പുണ്ട്, നല്ല രീതിക്കാണ് കിടക്കുന്നുണ്ടോ. എല്ലാം വേരുപടലം പിടിച്ച് ഇത് ഫ്ലേവർ വന്നിട്ടുണ്ടോ. ഇതിൽ പൂ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ പൂവൊക്കെ നമുക്ക് ഇനി നമുക്ക് ഇത് എടുത്ത് കളഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിൽ നമുക്ക് ഇതെല്ലാം ആൺപൂവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആൺപൂവെല്ലാം എടുത്ത് കളഞ്ഞാലേ നല്ല രീതിക്കുള്ള പെൺപൂ വരുള്ളൂ. അതേപോലെ തന്നെ നമുക്കുള്ള ഈ ഒരു ഭാഗത്തുള്ള നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് ലീഫൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല കരുത്തോടെ തന്നെ നമുക്ക് അടുത്ത നമ്മൾ പെൺപൂ വരികയും നല്ല രീതിക്കുള്ള ഗ്രോത്ത് ആയിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആൺപൂവും നമ്മളെ ഈ കുറച്ച് ലീഫുകൾ നമ്മൾ എടുത്ത് കളയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം നോക്കണം വള്ളി കിടക്കില്ല. അപ്പോൾ ഇനി ഇത് ടൈറ്റ് ആയി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ വള്ളി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കയറ്റിയ ശേഷം നമുക്കിതാ ഈ നാലാമത്തെ വള്ളിയിൽ നമ്മളൊരു വള്ളി നമുക്കാണെങ്കിൽ വേറൊരു റോപ്പ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടേ. നാലാമത്തെ റോപ്പിൽ കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മോൾ ഭാഗത്തായിട്ട് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു കെട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നെ നോക്കിയാൽ അറിയാം, പിടിക്കാൻ നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് ടൈറ്റായി വരും കണ്ടോ. നല്ല ടൈറ്റായി അങ്ങ് വരുന്നോണ്ട. ഇനിയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് കണ്ട. അപ്പോൾ എല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ അങ്ങ് ടൈറ്റ് ആയിക്കോളും. നമുക്ക് ടൈറ്റ് കൊടുക്കാം. ടൈറ്റ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്താലേ പിന്നെയാണ് നമുക്ക് ഇനി അടുത്ത നെറ്റ് നമ്മൾ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് കൊടുക്കാനുള്ളത് നെറ്റാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലത്തെ നെറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് പിന്നെ നെറ്റ് ചെയ്യാൻ നമുക്ക് പന്തൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റാണ് നമുക്ക് എടുക്കാനുള്ളത്. 5 ഇഞ്ച് കണ്ണിയുള്ള ഒരു നെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അവിടെ ആയിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇത് മുളയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ചെയ്തേനെ കേട്ടോ. നേരത്തെ നമ്മൾ കെട്ടിയിരുന്നേനെ. അതിനുശേഷം നമ്മളിങ്ങനെ നൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഡായിക്കിനെ കുറിച്ച് നൂന്ന് വരുമേ. നൂത്ത് ഇങ്ങനെ എടുത്തിട്ട് അടുത്ത നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് നമ്മൾ ഇതിനാണ്ട കൊണ്ടുകൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ആണി അടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇവിടെ ഒരു ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നമ്മളുണ്ടെന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടാണ്ട ടൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ആണിയിൽ നമ്മൾ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മളതിന് ആണിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റോപ്പാണ് വേണ്ടത് കേട്ടോ. ചെറിയ പ്ലാസ്റ്റിക് വള്ളിയെ. ആ പ്ലാസ്റ്റിക് വള്ളി നമ്മൾ എടുത്തതിന് ശേഷം ആടാ ഇതുകൊണ്ടോ ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വരിഞ്ഞു കൊടുക്കണം കേട്ടോ. കണ്ടാ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ട ഒന്നരാളെ ഒരു കണ്ണി വിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കണ്ടോ ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഒന്നരാടെ കണ്ണി വിട്ട് കൊടുക്കുന്ന അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് എൻഡ് കൂടെ പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആയിരിക്കട്ടെ. അങ്ങനെ 4 സൈഡും വരിയും കൊടുക്കണം. അപ്പോൾ നല്ല രീതിക്കല്ല നമ്മൾ ആ വല കൊടുക്കുന്നത് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ. ചിലടത്ത് വല കൊടുക്കാത്ത ഇങ്ങനെ ഒന്നും കണ്ണിയിൽ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ടൈറ്റ് ആയിരിക്കട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത് നല്ല ടൈറ്റ് കിട്ടും കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചുറ്റി എടുത്ത് നമ്മൾ ആ വള്ളി കണ്ട ഇതിൻ്റെ വരിഞ്ഞെടുത്ത് വന്ന വള്ളി ഉണ്ടല്ലോ. നമുക്കിവിടെ നമ്മളൊരു ആണി നമ്മൾ അടിച്ചു തരാം. നേരത്തെ ആണി അടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ആയിട്ട് നമ്മളതിൻ്റെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ടൈറ്റിൽ നമ്മൾ ഇതൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ടൈറ്റ് വേണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് അവത്തെടുക്കുന്ന ഒരു കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇതാണ് അവത്തെടുക്കുന്നുണ്ട്, കെട്ടിയെടുക്കുന്നുണ്ട്. എന്താ പറയുക നമ്മൾ ആ വള്ളി നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വള്ളി വേണ്ട ഈ ഒരു തല നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് എല്ലാം ടൈറ്റ് ചെയ്ത് വരും. നോക്കിയാണ്ടാ കണ്ടാ നമ്മളാ ഇത് ടൈറ്റ് ആവുന്നുണ്ടോ കണ്ടാ കറക്റ്റായിട്ട് ഇങ്ങനെ ടൈറ്റ്. അപ്പോൾ ഈ 4 സൈഡും നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നല്ല ടൈറ്റിൽ നിൽക്കും കേട്ടോ. ആ ടൈറ്റ് നിൽക്കുകയും ചെയ്യും. നമ്മളെല്ലാം നമ്മളെ കാഫലങ്ങളെല്ലാം നല്ല തന്നെ അങ്ങ് കറക്റ്റായിട്ട് പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനല്ലേ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വള്ളി നമ്മളവിടെ കറക്റ്റായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നമ്മൾ വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വരിഞ്ഞെടുത്ത് ശകലം വീതി കൂടിയ വള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റായി കിടക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്ത് അവിടെ നമ്മൾ എത്രയും നമുക്ക് നമ്മൾ ടൈറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട് എടുത്തിട്ട് നമ്മൾ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടിയിൽ കുറച്ച് ക്യാപ്പിലിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നെങ്കിലേ കറക്റ്റാടാ നമ്മൾ വലിക്കാൻ നേരത്ത് കറക്റ്റ് ടൈറ്റിന് കിട്ടും കേട്ടോ. അതാണ് ക്യാപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോഴേ നമ്മൾ നല്ല രീതിക്ക് തന്നെ പന്തൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്കുള്ള പന്തലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാന്ന് പറയുന്നത്. അപ്പോൾ 4 സൈഡ് നമ്മൾ ഇതേപോലെ റോപ്പെല്ലാം കിട്ടിയിട്ടുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിലുള്ള ടൈറ്റും ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇനി ടൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇത് പൊങ്ങിനനുസരിച്ചുള്ള മുകളിലോട്ടോ താഴോട്ടൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് കിട്ടും കേട്ടോ. അതിനുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. കുറച്ച് ഇല്ല പൊക്കിയതാക്കിയൊക്കെ ചെയ്യാം. ആ രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി എന്ന് പറയാൻ നേരത്തെ നമുക്ക് നമ്മളുടെ ഇതുണ്ടല്ലോ നമ്മളെ കുക്കുംബർ. ഇപ്പോൾ നമ്മളുടെ കുക്കുംബർ നമുക്ക് നമ്മളെ ഈ നെറ്റിലേക്ക് ഇനി ആക്കിയെടുക്കണം കേട്ടോ. നെറ്റിലേക്ക് നമുക്ക് ഇനി പടത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പടത്താൻ വേണ്ടി നമുക്ക് വള്ളി ഉള്ളവർക്ക് വള്ളി എടുക്കാം. വള്ളി ഉണ്ട്. ഇപ്പോൾ എനിക്കിതായപ്പോൾ ഇവിടെ ഒരു മുത്തിൻ്റെ ഒരു ഇത് കിടന്നു കേട്ടോ. നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കണം. വീട്ടിൽ നമുക്കൊരു മുത്ത് ഒരു നൂൽക്കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഈസിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാമെന്നുള്ളത്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് റോപ്പ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ഈ റോപ്പ് പയ്യെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇത് നമ്മൾ ചല്ലിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയല്ലേ ഈ ചല്ലിയിലൊക്കെയാണ് നമുക്ക് അതേപോലെ ഗ്രീൻ നെറ്റിലേക്കാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ. ഇതൊന്നും ടൈറ്റ് ചെയ്ത് ഇതിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. വേറെ ഇതിനകത്തൊന്നും ഇതാവത്തില്ല, സ്ക്രാച്ചൊന്നും ആവത്തൊന്നുമില്ല. അപ്പോഴേ നമുക്ക് ഇത് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വള്ളി ആണോ നമ്മൾ ഈ പോയിരിക്കുന്ന നമ്മൾ ഈ ചല്ലിയെ നമ്മൾ പിടിച്ചതിന് ശേഷം നമ്മൾ നെറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന്
റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്ന നേരത്തെ കറക്റ്റായിട്ട് അവിടേക്ക് നിന്നോളൂ കേട്ടോ. ഒന്നും പാഴിയൊന്നും പോകില്ല, കറക്റ്റ് രീതിക്ക് അങ്ങ് നിന്നോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് നമുക്ക് നിർത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതും നമുക്ക് ഈ ഒരു ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഇന്നാണ്ട് ഇതൊന്നും സ്ക്രാച്ച് ഒന്നും വരത്തില്ല കേട്ടോ. ആ രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വള്ളിയും കെട്ടി കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് കൊണ്ടുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ വെട്ടിക്കൽ പന്തലായതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള നമുക്ക് സ്ഥലം എല്ലാത്തവർക്കും സ്ഥലം കുറച്ചുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പന്തലാണ് ഈ വെട്ടിക്കൽ പന്തൽ കേട്ടോ. നമ്മളിങ്ങനെ ഫ്ലാറ്റ് ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ വെട്ടിക്കലായിട്ടായിരുന്നു നമ്മളൊരു പന്തൽ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറയുകയുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഈ ഓടിൽ നമ്മളെ ഗ്രോ ബാഗ് ചെയ്തെടുത്ത് പുളിസിസ്റ്റ് ചെയ്തെടുത്ത ഗ്രോ ബാഗിൽ നമ്മൾ ഈ സൈഡിൽ അത്രയും നമ്മൾ കുക്കുംബറാണ് വരുന്നത്. ആ സൈഡ് കംപ്ലീറ്റ് നമ്മൾ പിന്നെ പാവലും അതേപോലെ തന്നെ നമ്മൾ തക്കാളിയും കൂടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പാവലിപ്പോൾ ഏകദേശം അങ്ങോട്ട് പടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ തക്കാളിയാണ് വരാനും കേട്ടോ. അപ്പോൾ തക്കാളി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളാണ്ട് എല്ലാ ഐറ്റങ്ങളും കുറച്ച് അവിടെ ആ ബാഗിനകത്ത് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. കുറേ ഐറ്റങ്ങളായിട്ട് ആ ബാഗിനകത്തുണ്ട്. പാലക ചീര ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. നമ്മളെ പാലക ചീരയൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ചീരയാണ് നിൽക്കുന്നുണ്ടോ, പാലക്ക ഉണ്ടോ നിൽക്കുന്നത്. നമ്മളെ പാലക ചീരയാണ് ഇവിടെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുഴപ്പമുണ്ട്. അതേപോലെ എല്ലാ ഐറ്റങ്ങളും അവിടെ കുറച്ച് ഐറ്റങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് എല്ലാം തക്കാളി, അതേപോലെ തന്നെ നമ്മുടെ പാവനും വരും, പാവയ്ക്കും വരും. ഈ സൈഡെല്ലാം കുക്കുംബറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിളവ്, ഈ കുക്കുംബറിൻ്റെ വിളവെടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരണം കേട്ടോ. അത് നമ്മളിങ്ങനെ കുക്കുംബർ അതുപോലെ ഇത് ഒരു 1.5 മാസം കൊണ്ട് തന്നെ നമുക്ക് കുക്കുംബർ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാനാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കുഴപ്പമില്ല. നമ്മൾ നല്ല പിന്നെ എന്ന് പറയുന്നത് കുക്കുംബറിന് വലിയ നനവൊന്നും കൊടുക്കരുത്. വലിയ ജലം ആവശ്യത്തിനേ കൊടുക്കാവൂ. തോനെയൊക്കെ കൊടുത്താൽ നമ്മളെ കുക്കുംബർ അഴുകി പോകും. എനിക്ക് 1-2 എനിക്ക് എന്താ അങ്ങനെ വെള്ളം തോനെ ആയിപ്പോയി എനിക്ക് അഴുകി പോകും. അതാണ് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയൊന്നും ഇങ്ങനെ കൊടുക്കില്ല, ആവശ്യത്തിലുള്ള നനവ് മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് അഴുകി പോകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വിളമ്പത്ത് തീർത്ത് പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ.